ഗാസയെ അക്ഷരാർത്ഥത്തിൽ കുരുതിക്കളമാക്കി മാറ്റുകയാണ് ഇസ്രായേൽ സേന ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ രാത്രി മാത്രം 50 ഇടങ്ങളിലാണ് ഇസ്രായേൽ സേനയുടെ അതിഭീകരമായ ബോംബിംഗ് ഉണ്ടായിരിക്കുന്നത്. ഗാസ സിറ്റിയിലുടനീളം ഇസ്രായേലിന്റെ കവചിത ടാങ്കുകൾ വൻ സ്ഫോടനങ്ങൾ നടത്തുന്നു. ഒറ്റപ്പെട്ട കെട്ടിടങ്ങളെല്ലാം തന്നെ ഇസ്രായേലിന്റെ വ്യോമാക്രമണത്തിൽ തകർന്ന് തരിപ്പണമാവുകയാണ്. അക്ഷരാർത്ഥത്തിൽ ഗാസയുടെ തെരുവുകളിൽ ജീവനും കൊണ്ട് ഭയന്ന് പരക്കം പാഞ്ഞോടുകയാണ് പാലസ്തീൻ ജനത. കഴിഞ്ഞ 24 മണിക്കൂറിനിടയിൽ മാത്രം 100 കണക്കിന് പാലസ്തീനികളെ വധിച്ചു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതേസമയം ഗാസയിലെ പ്രധാനപ്പെട്ട ഹമാസിന്റെ പ്രാദേശിക നേതാക്കളെയാണ് ലക്ഷ്യം വെച്ച് വധിച്ചത് എന്ന് ഇസ്രായേലി സേനയും അവകാശപ്പെടുന്നു. എന്തായാലും ഗാസയുടെ തെരുവുകൾ മരണക്കളങ്ങളായി മാറുന്നു. ഗാസയുടെ തെരുവുകൾ ശ്മശാന സമാനമായി മാറിയിരിക്കുന്നു. എങ്ങും വെടിയൊച്ചകൾ മാത്രം, എങ്ങും സ്ഫോടനത്തിന്റെ ശബ്ദങ്ങളും സ്ഫോടനത്തിന്റെ തുടർന്നുള്ള പുകപടലങ്ങളും മാത്രം. തകർന്ന കെട്ടിടങ്ങൾ, ആ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ മൃതശരീരങ്ങൾ, ഇതൊക്കെയാണ് ഗാസയിൽ നിന്ന് കാണാൻ കഴിയുന്നതെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള അവസാനഘട്ട യുദ്ധം കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടുകൂടിയാണ് ഇസ്രായേൽ ആരംഭിച്ചത്. ആ ആക്രമണത്തിന് മുന്നോടിയായി തന്നെ അതിഭീകരമായ ബോംബിംഗ്, ആഴ്ചകൾ നീളുന്ന ബോംബിംഗ് ഗാസ സിറ്റിയുടെ വിവിധ പ്രദേശങ്ങളിലേക്ക് ഇസ്രായേൽ നടത്തിയിരുന്നു. ഇതിനൊക്കെ മുൻപ് ഗാസ സിറ്റിയിൽ നിന്നും ജനങ്ങളോട് പരമാവധി ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശവും ഇസ്രായേൽ നൽകിയിരുന്നു. ഏകദേശം ഇസ്രായേലിന്റെ കണക്ക് പ്രകാരം ഒരു 10 ലക്ഷത്തോളം ആളുകൾ ഗാസ സിറ്റിയിൽ അധിവസിച്ചിട്ടുണ്ടാകാമെന്നാണ് കണക്ക് കൂട്ടൽ. അതിൽ ഏകദേശം 4,80,000-ഓളം പേർ കഴിഞ്ഞ 48 മണിക്കൂറിനിടെ അവിടെ നിന്ന് പലായനം ചെയ്തു എന്നുള്ള വിവരങ്ങളും ഇസ്രായേൽ നൽകുന്നുണ്ട്, ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ഇസ്രായേലിന്റെ ആവർത്തിച്ചുള്ള നിർദ്ദേശങ്ങളെയും അവഗണിച്ചുകൊണ്ട് കുറച്ചധികം ആളുകൾ ഇപ്പോഴും ഗാസ സിറ്റിയുടെ വിവിധ മേഖലകളിൽ തമ്പടിച്ചിരിക്കുന്നു. ഇവരുടെ ജീവൻ അപകടത്തിലാണ് എന്ന് ഇസ്രായേൽ സൈന്യം തന്നെ പറയുന്നുണ്ട്. കാരണം ഇനി നടക്കാൻ പോകുന്നത് ഇപ്പോൾ കണ്ടതിനേക്കാൾ ഭീകരമായ ബോംബാക്രമണമായിരിക്കാം, മിസൈൽ ആക്രമണമായിരിക്കാം. ആ മേഖലകളിൽ എവിടെയൊക്കെയാണോ ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കാൻ സാധ്യതയുള്ളത്, ആ മേഖലകളൊക്കെ തന്നെ തച്ചു തകർക്കുകയാണ് ഇസ്രായേലിന്റെ ലക്ഷ്യം. കാരണം ഇസ്രായേൽ പലതവണ അന്ത്യശാസനം നൽകി. ഏറ്റവും ഒടുവിലുള്ള അന്ത്യശാസനത്തിൽ ഇസ്രായേൽ പറയുന്നത് ഇനിയൊരു അവസരം ഹമാസ് എന്ന ഭീകരന്മാർക്കില്ല. നിങ്ങൾ നിങ്ങളുടെ പക്കലുള്ള ബന്ദികളെ വിട്ടയക്കുക, അതിനുശേഷം ആയുധം വെച്ച് കീഴടങ്ങുക. ഈ 2 നിർദ്ദേശങ്ങളും പാലിച്ചാൽ നിങ്ങൾക്ക് ജീവനോടെ ഭൂമിയിൽ അവശേഷിക്കാം. അതേസമയം ഹമാസ് ആകട്ടെ ഇപ്പോൾ ഇസ്രായേലിനെ പരമാവധി പ്രകോപിപ്പിക്കുന്ന രീതിയിലുള്ള നിലപാടുകളാണ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹമാസിന്റെ 33 പ്രാദേശിക നേതാക്കന്മാരെയാണ്, ഹമാസിന്റെ മാത്രമല്ല ഹമാസിന്റെ പിന്തുണയുമായി ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുന്ന പാലസ്തീൻ ഇസ്ലാമിക് ജിഹാദിന്റെ 31 ഭീകരന്മാരെയാണ് ഇസ്രായേൽ കാലപുരിക്ക് അയച്ചത്. അതിൽ നുക്മ ഫോഴ്സിന്റെ തലവനുണ്ട്, അതുപോലെ തന്നെ ഹമാസിന്റെ വ്യോമ ആക്രമണങ്ങളുടെ ചുക്കാൻ പിടിക്കുന്ന ഭീകര തലവനുണ്ട്. അങ്ങനെ നിരവധി പേരെ ഇസ്രായേൽ തിരഞ്ഞു പിടിച്ച് വധിച്ചിരിക്കുന്നു. ഇവരിൽ പലരും 2023 ഒക്ടോബർ മാസം 7 ഇസ്രായേലിലേക്ക് ഹമാസ് നടത്തിയ ഒളിയാക്രമണത്തിന്റെ ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അങ്ങനെ 2023 ഒക്ടോബർ മാസം 7 ഇസ്രായേലിലേക്ക് ആക്രമണം നടത്തിയ മുഴുവൻ ഭീകരവാദികളെയും ഒരാളെ പോലും വെറുതെ വിടാതെ ഇസ്രായേൽ പിന്തുടർന്ന് വധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനിടയിലാണ് ഇപ്പോൾ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള, ഗാസ സിറ്റി ഏറെക്കുറെ ഇസ്രായേലിന്റെ കാൽ കീഴിലായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഗാസ സിറ്റിയുടെ ബഹുഭൂരിപക്ഷം പ്രദേശങ്ങളും ഏകദേശം 90-95% മേഖലകളും ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഗാസ സിറ്റിയിൽ തലയെടുപ്പോടെ ഒരു കെട്ടിടം പോലുമില്ല. എല്ലാ കെട്ടിടങ്ങളെയും ഇസ്രായേൽ സേന ആക്രമിച്ച് തകർത്തിരിക്കുന്നു. ഒരു മൺകൂന മാത്രമായി, ഒരു ശ്മശാന സമാനമായ അവസ്ഥയിലേക്ക് ഗാസ സിറ്റി എത്തിച്ചേരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ ഗാസയിൽ നിന്ന് വരുന്നത്. അതേസമയം ഖത്തറിനെ ആക്രമിച്ചതിനുള്ള പ്രതികാരമായി അറബ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായി എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഹൂതി വിമതന്മാർ കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 തവണയാണ് ഇസ്രായേലിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ, സൂപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയത്. ആദ്യ ആക്രമണത്തെ ഇസ്രായേൽ തങ്ങളുടെ വ്യോമപരിധിക്ക് പുറത്തു വെച്ച് തകർത്തു. രണ്ടാമത്തെ ആക്രമണം അവരുടെ എയർപോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു. ഇസ്രായേലിനുള്ളിലെ ആരോൺ എയർപോർട്ട് കേന്ദ്രീകരിച്ചായിരുന്നു രണ്ടാമത്തെ ഹൂതി ആക്രമണം. ആ ആക്രമണത്തെയും ഇസ്രായേൽ ആകാശത്ത് വെച്ച് തന്നെ തകർത്തിരിക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ യാത്രാ വിമാനത്തിന് സമീപത്തേക്ക്
ഹൂതികളുടെ മിസൈൽ ആക്രമണം ഉണ്ടായി എന്നുള്ള ചെറിയ സൂചനകൾ പുറത്തു വരുന്നു. അറബ് അനുകൂല മാധ്യമങ്ങളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇടയ്ക്ക് വച്ച് യാത്ര അവസാനിപ്പിച്ച് ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ വിമാനം വീണ്ടും നിലത്തിറങ്ങി എന്നുള്ള വാർത്തകളാണ് അറബ് അനുകൂലമായ ചില മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. ഇത് ഇസ്രായേലി സേന സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ഹൂതി വിമതന്മാരുടെ 2 ആക്രമണങ്ങളെയും ഇസ്രായേൽ വളരെ സമയോചിതമായ ഇടപെടലിലൂടെ തകർത്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. നേരത്തെ ഖത്തറിനെ ആക്രമിച്ചതിനെ ന്യായീകരിച്ചുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹു തിരിച്ചു വന്നിരുന്നു. അത് കൃത്യമായി ന്യായീകരിക്കാവുന്ന ഒരു ആക്രമണമാണ്. ഖത്തർ എന്ന രാജ്യത്തിൻ്റെ പൗരന്മാരെയോ ഖത്തറിൻ്റെ പരമാധികാരത്തെയോ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു ആക്രമണമല്ല, മറിച്ച് ഇസ്രായേലിനെതിരെ നിരന്തരമായി യുദ്ധം ചെയ്യുന്ന, ഇസ്രായേലിനുള്ളിൽ ഒളിയാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഹമാസിന്റെ ഭീകരന്മാർ ഒളിച്ചിരിക്കുന്ന ദോഹയിലേക്കാണ് ആക്രമണം നടത്തിയത്. ദോഹയിലെ ഹമാസിന്റെ ഒളികേന്ദ്രങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വെച്ചത് എന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ ആക്രമണത്തെ പരിപൂർണമായി ന്യായീകരിക്കുകയാണ് ഇസ്രായേലി സേന ചെയ്തിരിക്കുന്നത്. അതിനപ്പുറം ഇനിയും ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേലി സേന മുന്നറിയിപ്പ് നൽകുന്നു. ദോഹയിൽ നിന്ന് ഹമാസിന്റെ രാഷ്ട്രീയകാര്യ ഓഫീസ് ഒഴിവാക്കുക, ദോഹയിൽ നിന്ന് ഹമാസിന്റെ ഭീകരന്മാരെ എത്രയും വേഗം പുറത്താക്കുക. ഇനിയും ഹമാസിന്റെ ഭീകരന്മാർക്ക് ദോഹയിൽ അഭയം നൽകിയാൽ ഏത് നിമിഷവും ദോഹയിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു. അതേസമയം ഇന്ന് ഏറ്റവും പുതിയ ചില ഡെവലപ്മെന്റ്സുകൾ പുറത്തു വന്നിരുന്നു. അതായത് ഖത്തറിനെ ആക്രമിക്കാനുള്ള തീരുമാനം മുൻകൂട്ടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇസ്രായേൽ അറിയിച്ചിരുന്നു എന്നായിരുന്നു നേരത്തെ പുറത്തു വന്ന വാർത്തകൾ. അതേസമയം ഇന്ന് ആ ഒരു വാർത്ത ഡൊണാൾഡ് ട്രംപ് നിഷേധിച്ചിരിക്കുന്നു. ഖത്തറിനെ ആക്രമിക്കുന്നതിന് മുൻപ് തനിക്ക് അറിവ് ലഭിച്ചിട്ടില്ല, തന്നെ അറിയിച്ചിട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത്. താൻ ഇതറിഞ്ഞത് ആക്രമണത്തിന് ശേഷമാണ് എന്ന് ട്രംപ് പറയുന്നു. മുൻ നിലപാടിൽ നിന്ന് പൂർണ്ണമായും മലക്കം മറിയുകയാണ് ഡൊണാൾഡ് ട്രംപ് ചെയ്തിരിക്കുന്നത്. എന്തായാലും ഗാസയിലെ ആക്രമണം ഓരോ നിമിഷവും കൂടുതൽ ശക്തമാക്കുകയാണ് ഇസ്രായേലി സേന. ഗാസയെ തങ്ങളുടെ കാൽ കീഴിൽ അമർത്തിയിരിക്കുന്നു ഇസ്രായേലി സേന എന്നുള്ള വിവരമാണിപ്പോൾ പുറത്തു വരുന്നത്.